കോപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ 3ാം ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. പാർട്ട് 3, ക്വസ്റ്റ്യൻ നമ്പർ 25. ന്യൂട്രികോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ന്യൂട്രികോ എന്ന് പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെയ്ഡ്കോ, ഓപ്ഷൻ ബി നാഫെഡ്, ഓപ്ഷൻ സി റെപ്കോ, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഫെഡ്. ആൻസർ ഓപ്ഷൻ സി റെപ്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ദ കാർവേ കമ്മീഷൻ ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിന്റഡ് ബൈ. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ആരാണ്? കാർവേ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് മൊത്തം 4 സ്റ്റേജ് ആണുള്ളത്. അതിലെ 3ാമത്തെ സ്റ്റേജ് വരുന്നതാണ് കാർവേ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ താഴെ തരുന്ന ഓപ്ഷനുകളിൽ ആരാണ് കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്? നമുക്ക് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി ICA, ഓപ്ഷൻ സി UNO, ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് എ ബിസിനസ് പ്രാക്ടീസ് ഫോളോവഡ് ബൈ ഡാഷ് സൊസൈറ്റി. ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സ്കീം ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സൊസൈറ്റിയാണ് ഫോളോ ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി കൺസ്യൂമർ, ഓപ്ഷൻ സി ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി കൺസ്യൂമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത് 2006 സ്കീം എന്ന് പറയുന്നത് ന്യൂ സ്കീമാണ് വന്നിരിക്കുന്നത്. അതായത് 1995 ഓംബുഡ്സ്മാന്റെ ന്യൂ സ്കീമായിട്ട് വന്നതാണ് 2006 വന്നത്. ആ സ്കീമില് ഏതിനെയൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം അതിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് അത് കവർ ചെയ്യാത്തത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി റീജിയണൽ റൂറൽ ബാങ്ക്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നമുക്കറിയാം, ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 സ്കീം അനുസരിച്ചാണ് നമുക്ക് ഏതിനെയും കൂടെ ഉൾപ്പെടുത്തി വന്നിരിക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കൂടെ ചേർത്തുകൊണ്ടുള്ള ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. എ കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ ഇലക്റ്റഡ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഫിൽഡ് ബൈ nomination by the committee from among the same class of members if the term of office of the board is. നമുക്ക് അതിന്റെ മലയാളം ഒന്ന് നോക്കാം. എ കാഷ്വൽ വേക്കൻസി. എന്താണ് കാഷ്വൽ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത് താൽക്കാലികമായി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഒരു മെമ്പർ മരിച്ചു പോവുകയോ ഏതെങ്കിലും കാരണത്താൽ ആ മെമ്പർ റിസൈൻ ചെയ്തു പോവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസിയാണ് കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത്. ആ കാഷ്വൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് മെമ്പറെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നോമിനേഷനും ഒന്ന് ഇലക്ഷനുമാണ് മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പർക്ക് വേണ്ടി നമുക്കുള്ള 2 വഴികൾ എന്ന് പറയുന്നത് അതാണ്. ഒന്നുകിൽ ഈ കാഷ്വൽ വേക്കൻസി വഴി വരുന്നതിനെ നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ നടത്താം. അപ്പൊ ഇവിടെ നോമിനേഷൻ നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ ആ ബോർഡിന്റെ കാലാവധി എങ്ങനെയായിരിക്കണം, അതാണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കിയാലോ. ഓപ്ഷൻ എ ലെസ് ദാൻ 4 year, ഓപ്ഷൻ ബി ലെസ് ദാൻ 3 year, ഓപ്ഷൻ സി മോർ ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം, ഓപ്ഷൻ ഡി ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം. ഇതിനകത്ത് ആൻസർ
ഓപ്ഷൻ ഡി ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 കൊല്ലത്തേക്കാണ്. ഈ മെമ്പർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവുകയോ ചെയ്യുമ്പോൾ പിന്നീട് ആ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയായിരിക്കണമെന്നാ പറയുന്നത്? ഈ ടേമിന്റെ, അതായത് 5 വർഷം എന്ന് പറയുന്ന ഒറിജിനൽ ടേമിന്റെ അതിന്റെ പകുതിയേക്കാൾ കുറവായിരിക്കണം ബാക്കി കിടക്കുന്ന സമയം എന്ന് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയായിരിക്കണമെന്നാ പറയുന്നത്? 5 കൊല്ലത്തിന്റെ പകുതി, അതായത് 2.5. ആ 2.5 കൊല്ലത്തിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് മെമ്പറെ എന്ത് ചെയ്യാം? നോമിനേറ്റ് ചെയ്യാം. എന്നാൽ 2.5 കൊല്ലത്തിനേക്കാൾ കൂടുതലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഇലക്ഷൻ നടത്തേണ്ടി വരും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 4 കൊല്ലമായ ഒരു മാനേജിംഗ് കമ്മിറ്റി, അതിലൊരു മെമ്പർ മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ മാനേജിംഗ് കമ്മിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 1 വർഷം കൂടെ ഉള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ഒരു മെമ്പറെ എന്ത് ചെയ്യാം? നോമിനേറ്റ് ചെയ്യാം. ഇലക്ഷൻ നടത്തി ചെലവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആ സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. The registrar shall supervise or cause to be supervised by a person authorized by him by order in writing dash of every society. എന്റെ മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒന്നുകിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അയാൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അപ്പോയിന്റ് ചെയ്യുന്ന ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്ന, അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു സൊസൈറ്റിയുടെ എന്ത് കാര്യങ്ങളെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം, ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഫിനാൻഷ്യൽ പൊസിഷനെ ആണോ? ഓപ്ഷൻ ബി കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യത്തിലാണോ? ഓപ്ഷൻ സി വർക്കിങ്ങിലാണോ? ഓപ്ഷൻ ഡി അവരുടെ അക്കൗണ്ട്സിലാണോ? അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വർക്കിംഗ്. ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെയാണ് രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യേണ്ടത്? സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. There is no flow of fund when എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാത്തത്, അതായത് ഫണ്ടിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് ഫണ്ട് ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഫണ്ട് ഇൻഫ്ലോ ആൻഡ് ഫണ്ട് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് ഈ പറയുന്നതിൽ ഏതിലാണ് സംഭവിക്കാത്തത്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കറണ്ട് ലൈബിലിറ്റി. അതിന്റെ മലയാളം ഒന്ന് പറയാം. കറണ്ട് അസറ്റ് വെച്ച് കറണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതില് ഫണ്ടിന്റെ ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ? അതായത് ഇങ്ങോട്ടേക്ക് വരികയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നുണ്ടോ? ഓപ്ഷൻ ബി കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റിനെ വെച്ച് നമുക്ക് ഫിക്സഡ് അസറ്റുമായി കമ്പയർ ചെയ്ത് ഫിക്സഡ് അസറ്റുകൾ മേടിക്കാൻ പറ്റുമോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് അസറ്റ് ഉപയോഗിച്ച് ഫിക്സഡ് അസറ്റ് മേടിക്കാം അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തതിൽ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ സിയിൽ പറയുന്നത് കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ ഫിക്സഡ് ലൈബിലിറ്റി. കറണ്ട് അസറ്റ് വെച്ച് നമുക്ക് ഫിക്സഡ് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഫണ്ടിന്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഉണ്ടോ അതോ ഇല്ലയോ? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ ഡി എ കറണ്ട് ലൈബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ ഫിക്സഡ് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ഫിക്സഡ് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ ഫണ്ടിന്റെ ഫ്ലോ ഉണ്ടോ അതോ ഇല്ലയോ? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ആ ഓപ്ഷനില് എന്താണ് ഫിക്സഡ് ലൈബിലിറ്റി എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ലോങ് ടേം ലൈബിലിറ്റി ആണ് നമ്മൾ ഫിക്സഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം അസറ്റ് അല്ലയോ? അപ്പൊ നിങ്ങൾ നോക്കേ, ആൻസർ നമുക്ക് പിന്നീട് പറയാം. ഇത് ഈ 4 ഓപ്ഷനും ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതില് കറണ്ട് അസറ്റിന് തുല്യമായ കറണ്ട് ലൈബിലിറ്റി, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ലൈബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. നമ്മുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ് വെച്ച് നമുക്ക് ഷോർട്ട് ടൈം ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫേമിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം.
അതിന്റെ അർത്ഥം നമുക്ക് കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടിടുകയോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ ഇങ്ങോട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. രണ്ടും എന്തായി പോകുന്നുണ്ട്? കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കറണ്ട് അസറ്റ് വെച്ച് കറണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടെ ഫണ്ടിന്റെ ഫ്ലോ വരുന്നുണ്ടോ? കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ലൈബിലിറ്റി. ആ അർത്ഥമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ ബി, കറണ്ട് അസറ്റ് ഉപയോഗിച്ച് ഫിക്സഡ് അസറ്റ്. നിങ്ങൾ നോക്കേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഷോർട്ട് ടേം അസറ്റ് വെച്ച് നമുക്ക് ലോങ് ടേം അസറ്റുകളുമായിട്ട് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? ലോങ് ടേം അസറ്റിന്റെ വാല്യൂ ആണോ നമ്മുടെ കറണ്ട് അസറ്റിന്റെ കയ്യിലിരിക്കുന്ന വാല്യൂ? ലോങ് ടേം അസറ്റുകൾക്ക് എപ്പോഴും വാല്യൂ കൂടുതലായിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് കറണ്ട് അസറ്റ് ഉപയോഗിച്ച് ഫിക്സഡ് അസറ്റുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കേ, എ കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു എ ഫിക്സഡ് ലൈബിലിറ്റി. നമ്മുടെ കയ്യിലിരിക്കുന്ന കറണ്ട് അസറ്റ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ അല്ലെങ്കിൽ സ്റ്റോക്കോ, ഇത് ഉപയോഗിച്ച് നമുക്ക് ലോങ് ടൈം ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ തുകകൾ വരുന്നത് കൂടുതൽ വർഷത്തേക്ക് വരുന്നതാ. അത് നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ വീണ്ടും നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. അതുപോലെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞതിലും അങ്ങനെ തന്നെയാണ്. ഫിക്സഡ് അസറ്റുമായി മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? കൂടുതൽ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. അതായത് ഫണ്ട് ഇൻഫ്ലോ നമ്മളവിടെ കണ്ടെത്തേണ്ടി വരുന്നു. നെക്സ്റ്റ്, കറണ്ട് ലൈബിലിറ്റി ഫിക്സഡ് ലൈബിലിറ്റി ആവുമ്പോഴും അത് തന്നെയാണ്, നമുക്ക് ഫണ്ട് കൂടുതൽ കണ്ടെത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ ഫ്ലോ അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷനുകളിൽ ഫണ്ടിന്റെ ഫ്ലോ വരാത്തത് ഏതായിരിക്കും? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു എ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫണ്ട് ഇൻഫ്ലോയും ഇല്ല, ഫണ്ട് ഔട്ട്ഫ്ലോയും വരുന്നില്ല. ഓക്കെ അല്ലയോ? ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 32. ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ ദ സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ്. അതായത് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ് സ്ഥാപനം വിറ്റ സാധനങ്ങൾ തിരിച്ചു വരുന്നത് എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലർ അയാൾ എഴുതി വെക്കുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കൂടെയുള്ള അതിന്റെ പ്രൂഫായിട്ട് കാണിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഡെബിറ്റ് നോട്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് നോട്ട്, ഓപ്ഷൻ സി ഇൻവോയിസ്, ഓപ്ഷൻ ഡി കോപ്പി ഓഫ് ഇൻവോയിസ്. ഒരു സെല്ലറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതുപോലെ തന്നെ അല്ലെങ്കിൽ സെല്ലർ, സപ്ലൈയിങ് കമ്പനി അല്ലെങ്കിൽ ക്രെഡിറ്റർ, മൂന്ന് പേരും ഒന്നാണ്. സെല്ലർ, സപ്ലൈയിങ് കമ്പനി, അതുപോലെ തന്നെ ക്രെഡിറ്റർ. അവര് തയ്യാറാക്കുന്ന ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പൊ അവർക്ക് അതിനുള്ള സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ക്രെഡിറ്റ് നോട്ട്. ഓക്കെ അല്ലയോ? ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് ആരായിരിക്കും? പർച്ചേസിംഗ് കമ്പനി അല്ലെങ്കിൽ ബയർ ആയിരിക്കും. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഓവർകാസ്റ്റിംഗ് ഓഫ് ദ പർച്ചേസ് ബുക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താണ് ഓവർകാസ്റ്റിംഗ്? അതായത് പർച്ചേസ് ബുക്കിനെ കൂടുതൽ എമൗണ്ട് കാണിക്കുക, പർച്ചേസ് ബുക്ക് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് പർച്ചേസ് എഴുതി കാണിക്കുന്നതിനെയാണ് ഓവർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. 50,000 രൂപ പർച്ചേസ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ തുക പർച്ചേസ് ബുക്കിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഓവർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ തുക പർച്ചേസ് ബുക്കിൽ കാണിക്കുന്നത് ഈ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്നത് ഏത് എറർ കാരണമാണ് അങ്ങനെ ഓവർകാസ്റ്റിംഗ് സംഭവിക്കുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എൻഡേഡ്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ എഴുതാൻ വിട്ടുപോവുകയാണെങ്കിൽ അതെന്താണ്? എറർ ഓഫ് ഒമിഷനാ. അങ്ങനെ വിട്ടുപോയാൽ പർച്ചേസ് ബുക്കിനകത്ത് ഓവർകാസ്റ്റിംഗ് വരുമോ? ഇല്ല. എമൗണ്ട് കൂടുതലായിട്ട് വരുമോ? ഇല്ല. നെക്സ്റ്റ്, എറർ ഓഫ് കമ്മീഷൻ ആണെങ്കിലോ എന്താണ്? കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ്ലി എൻഡേഡ്, തെറ്റായി എഴുതുന്നത്. ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് തെറ്റായി എഴുതി കാണിച്ചാൽ അതിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കാം? ഓവർകാസ്റ്റിങ്ങോ അല്ലെങ്കിൽ അണ്ടർ കാസ്റ്റിങ്ങോ സംഭവിക്കാം. ഓപ്ഷൻ സി എറർ ഓഫ് പ്രിൻസിപ്പിൾ, അതായത് വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്നത് കാരണം എന്ത് അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ
വൺ എറർ ഈസ് കോമ്പൻസേറ്റ് വിത്ത് അനദർ എറർ, അതായത് ഒരു എററിനെ മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുകയും ഇറ്റ്സ് ആഫ്റ്റർ എഫക്റ്റ് ഈസ് നിൽ, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? നില്ലായിരിക്കും. അപ്പൊ അവിടെയും ഓവർകാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എറർ ഓഫ് കമ്മീഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ആൻ അസെറ്റ് ഇൻ എ മാർക്കറ്റ് വേർ ദ പ്രൈസ് ഈസ് ലോവർ ആൻഡ് സെല്ലിംഗ് ഇറ്റ് ഇൻ എ മാർക്കറ്റ് വേർ ദ അസെറ്റ്സ് പ്രൈസ് ഈസ് ഹയർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ലോ പ്രൈസ് ഉള്ള സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് മേടിക്കും. എപ്പോഴാണോ ഒരു അസറ്റിന് വില കുറയുന്നത് ആ സമയം നോക്കി അസറ്റ് മേടിക്കുകയും എന്നിട്ട് വില കൂടുന്ന സമയത്ത് നമ്മൾ അസറ്റ് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ ലാഭം പ്രതീക്ഷിക്കുന്ന ഏതൊരു ട്രേഡറും ചെയ്യുന്നതാണ്. അതായത് എങ്ങനെയാണ്? അസറ്റിന് വില കുറയുന്ന സമയത്ത് മേടിക്കുകയും എന്നിട്ട് വില കൂടുന്ന മാർക്കറ്റിൽ അത് വിൽക്കാൻ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിപണി, അതിൽ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ് ഈ പറഞ്ഞ സ്കീമുമായി ബന്ധപ്പെട്ടത്? നമുക്ക് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ മാർക്കറ്റ് സ്കിമ്മിങ്, ഓപ്ഷൻ ബി ആർബിട്രേജ്, ഓപ്ഷൻ സി ഗോയിങ് റേറ്റ് പ്രൈസ്, ഓപ്ഷൻ ഡി മാർക്കപ്പ് പ്രൈസിങ്. ഈ 4 ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആർബിട്രേജ്. അതായത് വിലയിൽ വ്യത്യാസം വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർബിട്രേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീം എന്ന് പറയുന്നത്. ആർബിട്രേജ് എന്താണെന്ന് എല്ലാവരും ഒന്നുകൂടെ പഠിച്ചു വെക്കുക. അതായത് വില കുറയുന്ന സമയത്ത് അസറ്റ് മേടിച്ചിട്ട് വില കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുക? വിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇൻ ദ കേസ് ഓഫ് എ ചെക്ക് എ ഡ്രോയി വിൽ ആൾവേസ് ബി. നമ്മൾ സ്ഥിരം എല്ലാവരും പഠിക്കുന്നതാണ്. ഒരു ചെക്കിന്റെ കേസിൽ ഡ്രോയി ഓൾവേസ് ബി എ. ആൻസർ അറിയാം എല്ലാവർക്കും അല്ലേ? നമുക്ക് ഓപ്ഷൻ നോക്കിയാലോ. ഓപ്ഷൻ എ ബാങ്കർ, ഓപ്ഷൻ ബി കസ്റ്റമർ, ഓപ്ഷൻ സി എൻഡോഴ്സർ, ഓപ്ഷൻ ഡി ഏജന്റ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബാങ്കർ. ക്ലിയർ ആയോ? അതങ്ങ് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു ചെക്കിന്റെ കേസിൽ ഡ്രോയി എന്ന് പറയുന്നത് ഓൾവേസ് ബി എ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ. NHB ഏത് വർഷമാണ് സെറ്റപ്പ് ചെയ്തത്? NHB എന്ന് പറയുന്നത് നേരത്തെ RBIയുടെ കൺട്രോളിലുള്ള ബാങ്ക് ആയിരുന്നു. ആ ബാങ്ക് പിന്നീട് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലേക്ക് പോയി. പിന്നീട് എന്നാൽ അത് വീണ്ടും RBIയുടെ കൺട്രോളിലേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് മാറ്റിയില്ല, പിന്നെയും അതിനകത്തെ ഫിനാൻസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് RBIയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നാണ് സെറ്റപ്പ് ചെയ്തത്. നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1990. ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ സി 1988. അപ്പൊ നിങ്ങളൊന്ന് നോക്കേ, ഈ ബാങ്ക് വന്നത് 88-ലാണ്. അന്ന് സബ്സിഡറി ബാങ്ക് ഓഫ് RBI ആയിരുന്നു. എന്നാൽ 2019 അത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലേക്ക് മാറ്റി. അതേ 2019 മാർച്ചിലാണ് അത് മാറ്റുന്നത്. എന്നാൽ അതേ വർഷം ഓഗസ്റ്റിൽ തന്നെ അതിന്റെ ഹൗസിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹൗസിംഗ് കമ്പനി എന്ന് പറയുന്ന അതിന്റെ റെഗുലേഷൻ മുഴുവനും ആർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്? RBIക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിന്റെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.